ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ എന്തേ സഹോദരങ്ങളെ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നടക്കുന്നു കബറിൽ കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നടക്കുന്നു കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടിക്കളിക്കുന്ന ആടുമേനെന്തറിയുന്നു പൊന്നുമോനെ കൈ ഈ കുറ്റിയിൽ കെട്ടിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടിക്ക് അറിയില്ലല്ലോ അളക്കാരിൽ അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ടെന്ന്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ? ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിച്ചു നിൽക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിലെ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല പരലോകത്ത് കുടിമാടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ 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 ഈ ഖബറിന്റെ ഉള്ളിൽ നൂറ്റാണ്ടുകളെ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ എല്ലാം അല്ല തന്നിട്ടുണ്ട്. വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചു കൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറിസിന്റെ തണലിലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ ബാക്കവി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാമുറൂസിന് ബഹുമാനായ സമസ്തയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. തങ്ങളുടെ ഉദ്ഘാടന കർമ്മം തീർന്നു. പ്രസംഗത്തിന് വേണ്ടി സ്വാധ്യക്ഷനെ ക്ഷണിച്ചു. എഴുന്നേക്കാൻ പോകുന്നതിന് മുമ്പ് മൈക്കോണാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുഞ്ഞിന് 12 വയസ്സായി. 17 ദിവസം മുമ്പ് അവരുടെ തലവേദന വന്ന മദ്രസയിൽ തലതുറ്റി താഴെ വീണു. താങ്ങിയെടുത്ത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ തളർന്ന കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബാക്കവി ഉസ്താദ് അടുത്ത സദസ്സിൽ വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ. ഈ മകന് അസുഖമെന്ന് ശിവയാകാൻ സഹോദരങ്ങളെ ആ സദസ്സിൽ വെച്ച് പറഞ്ഞു, ഉസ്താദേ മരണം കാത്ത് 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാഹ് 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല. പൈസ ഉസ്താദിന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000-ത്തിലധികം ആളുകൾ ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ്, ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ, ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ, ഇൻഷാ അല്ലാഹ് 30,000-ത്തിലധികം ആളുകൾ ഈ സദക്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ? ബാക്കവി ഇവിടെ പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ജില്ലയിൽ, നാളെ ഞാൻ കരുനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്. ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആലുവയിലെ വാർഷിക
പ്രഭാഷണത്തിൽ 1,00,000 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ എന്റെ സദസ്സിൽ പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറഞ്ഞ സദസ്സ്, അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫി കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ, അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ, അവർക്ക് ഖുർആൻ ഓതണമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43 ലക്ഷം രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യമായിട്ട് ആദ്യത്തെ ആളായി ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,666 ഞാൻ ചോദിക്കാറുണ്ട്. 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാൾ പറയും അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. യഹി ഇന്തിഹാ ഹേ യഹി ഇബ്തിദാ ഹേ യഹി റാസ്താ ഹേ യഹി റഹ്റുമാ ഹേ യഹി ഇബ്തിദാ ഹേ ഇതാണ് തുടക്കം, യഹി ഇന്തിഹാ ഹേ ഇവിടെയാണ് ഒടുക്കം, യഹി റാസ്താ ഹേ ഇതാണ് വഴി, ഇതാണ് പാത, ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളെ ഞാൻ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും. എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്. എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുകറുത്ത ബിലാൽ, ആ ബിലാൽ ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവില് ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കടന്നു വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ടു പുറകിൽ വന്ന് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേണ്ടേ ചെറുപ്പക്കാരാ, പച്ച വ്യഭിചാരം പഠിപ്പിച്ച മെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മന്ദയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയിൽ ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ. അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയേ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയേ, എന്തെങ്കിലും പരലോകത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാട്, അങ്ങനെ നിർത്തല്ലേ യാ റസൂലല്ലാഹ്.
അവിടുത്തെ ആളുകൾ നമ്മളെ പോലെയല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വകന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല. സഹാബത്ത് പറഞ്ഞു, നബിയേ നബിയേ നിർത്തല്ല നബിയേ, അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് പ്രയോജനമില്ലാത്ത അത് നിർത്തല്ല നബിയേ, എന്തെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞതാ തിരുദൂതരെ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഇത് പതിവായി പറഞ്ഞു. ആഖിറത്തിൽ പോയാൽ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല, പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല. റഹ്മത്തെന്ന സഹോദരി ഒരു സദഖ ചെയ്തു. ഇത് വഅദിന്റെ പ്രയോജനമാണ്. അല്ലാഹുവേ, നീ അവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പൊന്നുമോനെ, പരലോകത്ത് എഴുന്നേറ്റ് വെക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം. യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക. പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക. പ്രോട്ടോകോള് എന്താ ഫോട്ടോക്കാരോട് പോകുന്നത്? പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ? പരലോകത്താണ് ചെല്ലേണ്ടത്. അള്ളാഹു ആക്കി തരട്ടെ, അള്ളാഹു ആക്കി തരട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാരെ. അള്ളാഹു എത്തിച്ചെന്നാൽ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. ഇവിടെ നേരെ തിരിച്ച്, ഇവിടെ നമ്മളാരോട് പോലെ സലാം പറയും, മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാൾ വിളിച്ചു, അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില അല്ലേ? അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയും, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ എന്ത് ചെയ്യും? ഇരുത്തും. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് അങ്ങ് അടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല, പ്ലേറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവില്ല. ചാടി എന്ത് ചെയ്യും? പാവ മനുഷ്യന്മാരെ, ചാടി എന്ത് ചെയ്യും? ഇരിക്കും. എന്തിന്? ചാപ്പാട്. ഏത് ചാപ്പാട്? ബിരിയാണി. തിന്നിട്ടൊരു കൊച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞോട് പ്രശ്നം ഉണ്ടാക്കി. കിഴക്കൂട്ടത്തല്ലേ? യഥാർത്ഥത്തെ ആ കൊച്ചു സൂസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. ചുമ്മാ പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരന്റെ ജീവിതവും പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ കിട്ടി എഴുതുക. അതെന്താ? യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത ബാംഗ്ലൂരിൽ പോയി. ഷവർമ അവന്റെ കൂടത്തൊന്നും മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക അവരെഴുതി. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്. ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ ഒരു കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി. ഹോട്ടലുകാരൻ്റെ ഏതൊക്കെ പെണ്ണിന്റെ സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മാടക്കട തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെന്താ? ഭക്ഷണം അല്ലേ? ഭക്ഷണമല്ലേ? ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ, പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ? وَسِيقَ اتَّقَوْا رَبَّهُمْ إِلَى الْجَنَّةِ زُمَرًا. അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തഖീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തഖീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ്
സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തഖീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയുമ്പോ ഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദാ. ആ സമയത്ത് മുത്തഖീങ്ങൾ പറയുമ്പോ ഖാലു അവര് പറയും അൽഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല. അൽഹംദുലില്ലാഹ്, ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബേ അൽഹംദുലില്ലാഹ്. ഇവിടെ തിന്നിട്ടാണ് അൽഹംദുലില്ലാഹ് പറയുക. സ്വർഗത്തിൽ കാണുമ്പോൾ അപ്പൊ പിന്നെ ആക്രാന്തമൊന്നുമില്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാതെ അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അല്ലാഹുവേ. കൈ കിടന്ന ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ലാഹ്. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? നാളെ സ്വർഗത്തിലെത്തണ്ടേ? അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദേ, ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് പാതിരാ സമയത്ത് വള്ളക്കടവിൽ വെള്ളം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8-8:30 മണിയായിട്ടുണ്ട്. കരക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാര് കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച ഈ സദസ്സിൽ വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും നിന്റെ ഗ്രാമത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ടെക്നോ പാർക്ക്, സൈബർ കഫേയും ഇൻഫോസിസ് പാർക്കും നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോ പെങ്ങളെ മയങ്ങിപ്പോകരുത്. ഏതാണ്ട് 4 നൂറ്റാണ്ട് പഴക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിൽ ജനിച്ചു വീണിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ആധുനികതയുടെ വിളിച്ചോട്ടം നിന്നെ പേടിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവ് നിന്നെ പേടിപ്പിക്കാൻ പാടില്ല. ഇന്നമ ദുനിയാ ഫനാഉ ലൈസ ലിദുനിയാ ഖുബൂൽ ഇന്നമ ദുനിയാ കബൈതുൻ നസജതുൽ അൻകബൂൽ. ഈ ദുനിയാവ് ചെലന്തിയുടെ വല പോലെയാണ്. ഏത് സമയത്ത്